തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് വി ഡി സതീശനാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്? കാരണം കഴിഞ്ഞ 2021 ഒരു സെറ്റ് ബാക്കൊക്കെ ഉണ്ട്. അതൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണോ? തീർച്ചയായിട്ടും 2020 സെറ്റ് ബാക്കിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നല്ല പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി, ഏറ്റവും നല്ല മുന്നൊരുക്കം നടത്തി, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ പോകാൻ UDF പോകുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ കോൺഗ്രസ് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി. വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തു. എല്ലാ വാർഡുകളിലും കുടുംബ സംഗമങ്ങൾ നടത്തി. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും വളരെ സ്മൂത്തായി പോകുന്നു. പിന്നെ ടീം UDF ആയിട്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 4.5 വർഷക്കാലം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ വലിയ നേട്ടങ്ങളുണ്ടാക്കി. ലോക്കൽ ബോഡിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും എല്ലാ പ്രാവശ്യവും UDFന് മേൽക്കൈ ഉണ്ടായി. മാത്രമല്ല UDF എന്ന് പറയുന്നത് ഇപ്പോൾ വെറും കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി മാത്രമല്ല, അതിനപ്പുറമായിട്ട് UDFൻ്റെ അടിത്തറ വിപുലമായിട്ടുണ്ട്. അത് ഇനിയും വിപുലമാക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉടൻ തന്നെ കുറച്ചുകൂടി മാറ്റങ്ങളുണ്ടാകും. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിൽ UDFൻ്റെ അടിത്തറ വിപുലമാക്കും. ഈ 2 കാര്യങ്ങൾ സംഭവിക്കും. 2 ഘട്ടമായി. ഇപ്പോഴൊന്നും നടക്കും, അതിന് ശേഷവും നടക്കും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ സർക്കാർ കുറച്ച് ക്ഷേമാനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചടക്കം. ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ UDFന് മുന്നേറ്റത്തിന് വിഘാതമാകുമോ? അങ്ങനെ കരുതുന്നുണ്ടോ? ഈ പ്രഖ്യാപനങ്ങൾ ഗവൺമെൻറ്റിനെ ഒന്നുകൂടി ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാക്കി. ഒന്നാമത്തെ കാര്യം, 2500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് 2021 ഓഫർ ചെയ്താൽ 4.5 കൊല്ലം ചില്ലിക്കാശ് കൂട്ടി കൊടുത്തില്ല. പെൻഷൻ തന്നെ മുടങ്ങി പല പ്രാവശ്യം. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച ഈ 1600 2000 രൂപയാക്കുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തലേദിവസം കേരളത്തിൻ്റെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ്. 250 രൂപ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് റബ്ബറിൻ്റെ ആക്കിയില്ലല്ലോ, ഇപ്പോൾ 150 ആക്കുക. ഇപ്പോൾ 200, 150 ആയിരുന്നത് 200 ആക്കുവാണ്. അതൊന്നും വലിയ മാറ്റങ്ങളല്ല. പിന്നെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ കബളിപ്പിക്കാനും പറ്റില്ല. ഈ കാശിന് വേണ്ടിയിട്ട് ബാങ്കുകൾ കയറി ഇറങ്ങുവാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളോട് കോടിക്കണക്കിന് 2000 കോടി രൂപ കൊടുക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചെയ്യുന്ന ഒരു ഇടപാടാക്കി അത് ജനങ്ങൾ കാണുകയാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ പരിഹസിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. കൊടുത്തിട്ടില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തിട്ടില്ല, DA കുടിശ്ശിക കൊടുത്തിട്ടില്ല, ലീവ് സറണ്ടർ ആനുകൂല്യം കൊടുത്തിട്ടില്ല. പിന്നെ ആരോഗ്യരംഗത്ത് അറിയാമല്ലോ, സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 മാസമായി വിലക്കയറ്റത്തിൽ 1-ാം സ്ഥാനം കേരളത്തിന്. കണക്കാണ്, പ്രതിപക്ഷത്തിൻ്റെ കണക്കല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണ്. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഇല്ല. 2100 കോടിയാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത്, 100 കോടിയാണ് ഈ മാസം കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും വില 150 തൊട്ട് 200% വരെ വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾ അനുഭവിക്കുകയല്ലേ, ജനങ്ങൾ പ്രയാസപ്പെടുകയല്ലേ. പിന്നെ തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 12000 കോടി രൂപയുടെ പരിപാടി പ്രഖ്യാപിച്ചു, ഒന്നും നടപ്പാക്കിയില്ല. ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് 40 രൂപ മണ്ണെണ്ണയ്ക്ക് 25 രൂപ സബ്സിഡി ആയിരുന്നു. ഇപ്പോൾ 140 രൂപയുടെ മണ്ണെണ്ണയ്ക്ക് ഈ 25 രൂപ പോലും കൊടുക്കുന്നില്ല. മലയോരത്ത് കർഷകരുടെ സങ്കടം അറിയാമല്ലോ. പാടശേഖരങ്ങളിൽ നെല്ല് കൊയ്തിട്ട് കൂട്ടിക്കിടക്കുകയാണ്, കുട്ടനാടും പാലക്കാടും എല്ലാം. ആ നെല്ല് പോലും സംഭരിക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്നില്ല. വന്യമൃഗങ്ങളുടെ ശല്യത്തിന് ജനങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയാണ്, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. SC/ST കുട്ടികൾക്ക് ഗ്രാൻസ് പോലും കൊടുക്കുന്നില്ല. ഒന്നിനും പണമില്ല. അതിൻ്റെ ആർഭാടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുകയാണ്. ഇപ്പോൾ അതീവ ദരിദ്രരഹിത സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച് വഷളായില്ലേ. എല്ലാവരും അതിനെ വിമർശിച്ചല്ലോ. എത്രയോ ദരിദ്രരുടെ കഥകളാണിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കോടികൾ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. ആ പാവങ്ങൾക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്ന് 1.5 കോടി രൂപ എടുത്ത് ആഘോഷം നടത്തി. അസംബ്ലി വിളിച്ചു കൂട്ടിയ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ BJPയുമായിട്ടുള്ള രഹസ്യ ബാന്ധവം. മുഖ്യമന്ത്രി 9-ാം തീയതി പോയി
അമിത്ഷായെ കാണുന്നു, 10-ാം തീയതി പ്രധാനമന്ത്രിയെ കാണുന്നു, 16-ാം തീയതി PMCയിൽ ഒപ്പുവയ്ക്കുന്നു, 22-ാം തീയതി മന്ത്രിസഭ കൂടുമ്പം മിണ്ടാതിരിക്കുന്നു, മന്ത്രി രാജനടക്കമുള്ള CPI മന്ത്രിമാർ അതിനെ എതിർക്കുന്നു. അപ്പോൾ ഒപ്പുവെച്ച കാര്യം മിണ്ടുന്നില്ല. മന്ത്രിസഭ അറിയാതെ, പോളിറ്റ് ബ്യൂറോ അറിയാതെ, സെക്രട്ടേറിയറ്റ് അറിയാതെ, LDF അറിയാതെ എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് ഇത് ഒപ്പുവയ്ക്കാൻ? അപ്പോൾ BJPയുമായിട്ടുള്ളൊരു രഹസ്യ ബാന്ധവമാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തി തകർന്നുപോയി. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണ് ഇപ്പോൾ വിഷയം. ആ സ്വർണ്ണ കവർച്ചയ്ക്ക് കുട പിടിച്ചു കൊടുത്തത് ഗവൺമെൻറ്റാണ് ഇപ്പോഴും, അല്ലേ? 3 ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് CPM വെച്ച് പ്രതിക്കൂട്ടിൽ, 2 ദേവസ്വം മന്ത്രിമാരും പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അന്താരാഷ്ട്ര കവർച്ചാ സംഘത്തിൻ്റെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നടത്തിയ കോടതി പറയുകയാണ്. ഇത് പുറത്തു കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിൽക്കുകയാണ് അമൂല്യമായ വസ്തുക്കൾ. എന്നിട്ട് അതിൻ്റെ വ്യാജ മോൾഡുണ്ടാക്കി വീണ്ടും ശബരിമലയെ കൊണ്ട് വയ്ക്കുകയാണ്. എത്ര വലിയ കൊള്ളയാണ്! ഭക്തരായിട്ടുള്ള ആളുകളും അല്ലാത്ത മനുഷ്യരും എല്ലാവർക്കും ഞെട്ടലുളവാക്കിയ കാര്യം ഇതെല്ലാം. പിന്നെ ഞാൻ കരുതുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിൽ കേരളം ഇതുപോലെ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായൊരു കാലം ഉണ്ടായിട്ടില്ല. എല്ലാം മുച്ചൂടും മുടിച്ചിട്ടാണ് ഇവർ പോവുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും കടമെടുത്ത് കൂട്ടുകയാണ്. ആർഭാടങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടും. ഈ തെരഞ്ഞെടുപ്പ് നല്ല വിജയം UDFിനുണ്ടാകും. BJPയുടെ ഈ ശബരിമല വിഷയത്തിൽ BJP സമരരംഗത്തേക്ക് ഇറങ്ങാൻ വൈകി. മാത്രമല്ല, ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ BJPയുമായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അല്ലെങ്കിൽ BJP സാധാരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ UDFിന് മേൽ CPIM ആരോപിക്കുന്നതാണ് BJP അന്തർധാര. ഇപ്പോൾ UDF അത് തിരിച്ചു ചൂണ്ടിക്കാണിക്കണം. എന്താണ് അതിൻ്റെ അടിസ്ഥാന ആരോപണത്തിൻ്റെ? അതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളാണ്. അവിടെ സെറ്റിൽ ചെയ്തു അവിഹിതമായ. ഞാനല്ലേ ആദ്യം പറഞ്ഞത് അജിത് കുമാറിനെ പറഞ്ഞയച്ച RSS നേതാവിനെ തൃശ്ശൂരിൽ കണ്ടെന്ന്. തൃശ്ശൂർ പൂരം കലക്കി. തൃശ്ശൂർ BJPക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം CPM ഉണ്ടാക്കി കൊടുത്തു. അതോടുകൂടി കരുവന്നൂർ കേസ് ഒതുക്കി തീർത്തു. കൊടകര കേസ് തിരിച്ച് സഹായിച്ചു കൊടുത്തു. SNC ലാവലിംഗ് കേസ് 36 പ്രാവശ്യം ഡൽഹിയിൽ വിളിക്കുകയാണ്. CBI അഭിഭാഷകം പോവില്ല. ധാരണയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും BJP ഇതര മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും EDയും CBIയും വേട്ടയാടുമ്പോൾ ഇവിടെ EDയും CBIയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ധാരണയാണെന്ന് വെച്ചാൽ കൃത്യമായ ധാരണയാണ്. പക്ഷേ പിണറായി വിജയന് നേട്ടം ഉണ്ടാകും. പക്ഷേ CPMനെയും കൊണ്ട് ഈ ധാരണ പോവുള്ളൂ, സംശയം വേണ്ട. പാർലമെൻറ്റ് ഇലക്ഷനിൽ CPMൻ്റെ വോട്ടുകൾ ചോർന്നു പോയത് BJPക്കാണ്, അല്ലേ? ഗൗരവതരമായി അടിസ്ഥാന വോട്ടുകൾ. അപ്പോൾ അടിസ്ഥാനപരമായി CPMന് വലിയ ദൗർബല്യം ഉണ്ടാകും. ഇപ്പോൾ ഒരു ഭൂരിപക്ഷ പ്രീണനമാണ്. കുറേ നാൾ ന്യൂനപക്ഷ പ്രീണനമാണ്. ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. അവസാനം ആരും കൂടെ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോകും. ഭൂരിപക്ഷ പ്രീണനം നടത്തിയ അതിൻ്റെ ബെനഫിഷ്യറി BJPയാണ്, അല്ലേ? അപ്പോൾ ആരും ഇല്ലാത്ത തരത്തിലേക്ക് കേരളം കണ്ട ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണ് എന്ന് പറയുന്നത് പോലെ കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. അത് ഉറപ്പുവരുത്തിയിട്ട് അദ്ദേഹം പോകും. ഈ വേറൊരു കാര്യം, ഈ ഭൂരിപക്ഷ പ്രീണനമാണ്. വെള്ളാപ്പള്ളി നടേശൻ അടുത്ത കാലത്തായി നടത്തുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹം ഇപ്പോഴും നവോത്ഥാന സമിതിയുടെയും മറ്റും ചെയർമാനായിരിക്കുന്നു. അത്തരം ഈ കാര്യങ്ങൾ കൂടി UDF അതിനെ നിരീക്ഷിക്കുന്നുണ്ടോ? അതിനോടുള്ള വിമർശനം എന്താണ്? ഞങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി NDAയിലാണ്. അതിന് CPMനൊരു കുഴപ്പമില്ല. NDAയിലാണ്, ഇന്ത്യയുടെ ഘടകകക്ഷിയാണ് VDJS. അദ്ദേഹം പ്രഖ്യാപിച്ച പാർട്ടിയാണത് ആണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട്, അദ്ദേഹം സമുദായ സംഘടനാ നേതാവെന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വർഗീയ ചൊവ കലർന്ന വർത്തമാനം അദ്ദേഹത്തെ കൊണ്ട് CPM പറയിപ്പിക്കുകയാണ്. കേരളത്തിൽ BJPയുടെ അജണ്ട എന്താ? കേരളത്തിൽ വർഗീയത, ഹെയ്റ്റ് ക്യാമ്പയിൻ, വിദ്വേഷ ക്യാമ്പയിൻ നടത്തുക. ആ BJPയുടെ അജണ്ട തന്നെ CPM അദ്ദേഹത്തെ പോലുള്ള ആളുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടക്കുന്നത്. ഈ ശബരിമല ദേവസ്വം ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം ഇപ്പോൾ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. K. ജയകുമാറിനെ പ്രസിഡൻ്റാക്കി ഉത്തരവിറക്കി. ഇത് UDFിൻ്റെ ഉന്നയിച്ച മുദ്രാവാക്യത്തിൻ്റെ വിജയമായിട്ടാണോ കരുതുന്നത്? തീർച്ചയായിട്ടും അവർ തീരുമാനിച്ചിരുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഓർഡിനൻസ് കൊണ്ടുവന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടത്. UDF ആണ് ആരോപണം ഉന്നയിച്ചത്. കോടതി ശരിവെച്ചില്ലേ? കോടതി പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 നടത്തിയ മുഴുവൻ തട്ടിപ്പിനെക്കുറിച്ച് ഈ ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും വീണ്ടും ദ്വാരപാലക വിഗ്രഹം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ കൂട്ടുന്നത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്.
അയാളെ പ്രതിയാവുക കേസിൽ. ഇപ്പോൾ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിയാവും CPM വെച്ചത്. ഈ വാസു എന്ന് പറയുന്ന ആളാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ശബരിമല വിവാദ കാലത്തോടെ കമ്മീഷണറായിരുന്നു. എല്ലാ കുഴപ്പവും കാണിച്ചത് പുള്ളിയാണ്. തിരിച്ചു വന്ന് മാസങ്ങൾക്കകം പുള്ളിയെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. ആ പ്രസിഡൻറ്റിന് പങ്കുണ്ട്, പഴയ പ്രസിഡൻറ്റിന് പങ്കുണ്ട്, ഇപ്പോഴത്തെ പ്രസിഡൻറ്റിന് പങ്കുണ്ട്. അപ്പോൾ CPMന് പൊളിറ്റിക്കലായിട്ട് ഇതിൽ പങ്കുണ്ട്, സ്വർണ്ണ കവർച്ചയിൽ. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിവെച്ചുകൊണ്ടാണ് കോടതികളുടെ മുഴുവൻ റിപ്പോർട്ട്. ഈ UDFൻ്റെ ഈ തയ്യാറെടുപ്പുകളെ പറ്റി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് ശബരിനാഥൻ പിന്നെ കവടിയാർ മത്സരിക്കുന്നു, മറ്റ് പ്രധാന നേതാക്കൾ മത്സരരംഗത്തുണ്ട്. അപ്പോൾ UDF അത് UDFനെ ഒരു ആദ്യതല ഘട്ടത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാനും സഹായകരമായിട്ടുണ്ട്. ഇതൊരു ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണോ? ഇതാണോ ഒരു സ്ട്രാറ്റജിയായി വരുന്നത്? പഴയ തർക്കങ്ങളുടെ കഥകൾ ഇപ്പോൾ വരുന്നുമില്ല കാര്യമായി. ഇല്ല, ഇതെല്ലാം ഞങ്ങൾ ലീഡർഷിപ്പ് എല്ലാവരും ആലോചിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. കൊച്ചിയിൽ വേറെ സംവിധാനമാണ്. കൊച്ചിയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യും, പകുതി സ്ഥാനാർത്ഥികളെ. നേരത്തെ തന്നെ UDFൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ 90% പൂർത്തിയായി സംസ്ഥാനത്തുടനീളം. കോൺഗ്രസ് ഇതുപോലെ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കാറില്ല. ഇപ്പോൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇല്ലേ? അന്ന് കോൺഗ്രസ്സാണ്, UDF ആണ് ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറ് എല്ലായിടത്തും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ എല്ലാ സ്ഥലത്തും മുൻകൂട്ടി ഇപ്പോൾ പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾ തീരുമാനമായി. പൊതുവേ റിബൽ ശല്യങ്ങളൊക്കെ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. വളരെ വളരെ റയറായിട്ടുള്ള, അതുപോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. വളരെ ചെറിയ പ്രശ്നങ്ങളാണ്. ഘടകകക്ഷികൾ തമ്മിൽ പ്രശ്നമില്ല അല്ലേ? പണ്ട് മലപ്പുറത്തൊക്കെ സാമ്പാർ മുന്നണിയൊക്കെയാണ്, 31-35 പഞ്ചായത്തിലേക്കാണ് തർക്കം. ഒറ്റ പഞ്ചായത്തിൽ പോലും തർക്കമില്ല. അവിടെ എല്ലാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടൽ. പിന്നെ ടീം UDF എന്നുള്ളൊരു ബോധ്യവും ആവേശവും പ്രവർത്തകരുടെ ഇടയിലുണ്ട്, നേതാക്കളുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് പിന്നെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ടീം UDF എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങൾ സർക്കാരിനെ താഴെ ഇറക്കാൻ തയ്യാറാണ്. എന്നാൽ കോൺഗ്രസ്സിലൊരു ഒരുമ പ്രകടമാകുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലർ അല്ലെങ്കിൽ അത്തരം ചില വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നത്, അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്? അതിനോട് എന്താണ്? അതൊരു പരിധിവരെ CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരാളും കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിക്കൊപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും സ്വയബോധ്യത്തോടു കൂടി ഞങ്ങളുടെ എല്ലാം എയിം ഇത് തിരിച്ചുകൊണ്ടില്ല. അത് കഴിയുമ്പോൾ പാർട്ടിക്കൊരു സമയമുണ്ട്, അവർ തീരുമാനിച്ചോളും. അതിനുവേണ്ടി കടിച്ചു കീറുകയോ തമ്മിൽ വഴക്കിടുകയോ ഒന്നും ചെയ്യില്ല കോൺഗ്രസിൽ. ഞങ്ങളെല്ലാ ദിവസവും എല്ലാ നേതാക്കന്മാരും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആഴ്ചയിലൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരിക്കും. ആഴ്ചയിലൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് തീരുമാനം. നാളെ എല്ലാവരും തിരുവനന്തപുരത്തെത്തും. നാളെ ഞങ്ങൾ രാവിലെ മുതൽ രാത്രി പാതിരാത്രി വരെ ഞങ്ങൾ പല ഘട്ടങ്ങളിലായി ഞങ്ങൾ ഒരുമിച്ച് ചേരും. പല ബോഡിയിൽ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ എല്ലാവരും നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഞാൻ UDF ചെയർമാനാണ്, പ്രതിപക്ഷ നേതാവാണ്. ഞാൻ പോലും ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് എൻ്റേതായിട്ടല്ല. KPCC പ്രസിഡൻ്റായിട്ട് മുൻ പ്രസിഡന്റുമാരായിട്ട് എല്ലാവരായിട്ടും ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യം ചെയ്യുന്നത്. നല്ലൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. അത് തെറ്റായ പ്രചരണം ഒരു തരത്തിലും ഒരു വിധത്തിലുള്ളതുണ്ടാവില്ല, ഒരു തരത്തിലും. നേരത്തെ അങ്ങ് പറഞ്ഞായിരുന്നു UDFൻ്റെ അടിത്തറ ഇനിയും വിപുലപ്പെടും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും. എന്താണ് ഇപ്പോൾ ഈ CK ജാനുവിൻ്റെയും PV അൻവറിൻ്റെയും പാർട്ടികളാണല്ലോ അപേക്ഷയുമായി UDFന് മുന്നിലുള്ളത്? അവരുടെ കാര്യത്തിലാണോ തീരുമാനം, അതോ മറ്റ് പല പാർട്ടികളുടെ അപേക്ഷ UDFൻ്റെ മുമ്പിലുണ്ട്? അത് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് തീരുമാനം പ്രഖ്യാപിക്കും. അത് തുടരും, ആ പ്രക്രിയ തുടരും. നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ്മയങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ UDFൻ്റെ അടിത്തറ കുറേ കൂടെ വിപുലമാകും. ഇപ്പോഴും രണ്ട് മുന്നണികളിൽ നിന്നും, NDA മുന്നണിയിൽ നിന്നും LDFിൽ നിന്നും പലരും UDFിലേക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം വന്ന ആളുകളെ ഞങ്ങളത് പരിശോധിച്ച് ആ തീരുമാനം പ്രഖ്യാപിക്കും. ഒരു പ്രൊസീജിയറുണ്ട്. ഈ നമ്മുടെ വിസ്മയം എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇവിടേക്ക് വരുമോ? അതാണല്ലോ ഒരു എക്സ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അവർ ആ മുന്നണിയിൽ അംഗമല്ലേ? ഇപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവർ ആ മുന്നണിയിൽ അംഗമാണ്. ഞങ്ങളിപ്പോൾ ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ചർച്ച നടത്തുന്നത് വേറെ ആളുകളുമായിട്ടാണ്. അപ്പോൾ ചർച്ച നടത്തുന്നൊരു സാഹചര്യം വന്നാൽ നമുക്കപ്പോൾ പറയാം. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും UDFൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിക്കുന്ന UDFൻ്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. വലിയ വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തൊഴിലുംകൂടിനൊപ്പം ആർ ശ്രീജിത്ത്,
24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.